സോ ഫുഡ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്. സോ ഫുഡ് അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോ ബേസിക്കലി നമ്മൾ ഫുഡിനെ എങ്ങനെ അനാലിസിസ് ചെയ്യണം, ഓരോ ഫുഡ് മെറ്റീരിയലിലെ ഓരോ കമ്പോണന്റിനെയും എങ്ങനെയാണ് നമ്മൾ അനാലിസിസ് ചെയ്യേണ്ടത്, ദ വേ ഇറ്റ് ഈസ് അനാലിസ്ഡ് ഒക്കെയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യണത്. ഞാൻ ഇതിന്റെ ഓവറോൾ ഒരു എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. ഇൻഡെപ്ത് പോയി അതിന്റെ ഓരോ മെത്തേഡ് എങ്ങനെയാണ്, ഈ സമയത്ത് ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഈ കെമിക്കൽ ആഡ് ചെയ്യും, H2SO4 ആഡ് ചെയ്യും, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓവറോൾ ഔട്ട്ലൈൻ ആണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ടേബിൾ ഫോംസിലാണ് എല്ലാം കൊടുത്തേക്കുന്നത്. അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ജസ്റ്റ് ആ ടേബിൾ വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കി ഈ ആൻസർ ഇവിടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പിക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫുഡ് അനാലിസിസ്. സോ വാട്ട് ഈസ് ഫുഡ് അനാലിസിസ്? 4 ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് കെമിക്കൽ അനാലിസിസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ ഓഫ് ഫുഡ്. നമ്മൾ കെമിക്കലി ഫുഡിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അതിനെ അനാലിസിസ് ചെയ്യുന്നു. പിന്നെ ഫിസിക്കൽ അനാലിസിസ് ആണ് വരുന്നത്. ഒരു പർട്ടിക്കുലർ ഫുഡ് ഏത് ഫിസിക്കൽ, അപ്പം ഷുഗർ സിറപ്പ് ആണെങ്കിൽ അത് ഏത് വിസ്കോസിറ്റിയിലായിരിക്കണം, അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ഫുഡിനും ടിപ്പിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വേണം എന്ന് ഓൾറെഡി ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അപ്പ് ടു ദ മാർക്ക് ഉണ്ടോ എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്താണ് ഫിസിക്കൽ അനാലിസിസ്. പിന്നെ ഒബ്വിയസ്ലി മൈക്രോബയോളജിക്കൽ അനാലിസിസ്, അതായത് മൈക്രോബ്സ് അതിൻ്റെ അകത്ത് പ്രസന്റ് ആണോ, ആണെങ്കിൽ ഇപ്പൊ ഗുഡ് മൈക്രോ ഓർഗാനിസംസ് നമ്മൾ പറയുന്ന പ്രോബയോട്ടിക്, പ്രീബയോട്ടിക്കും പോസ്റ്റ് ബയോട്ടിക്സ് എന്നൊക്കെ ഉള്ളത്, ദ എമൗണ്ട് നമുക്ക് റെക്കമെൻഡ് ആയിട്ടുള്ള എമൗണ്ടിലാണോ അതിൽ പ്രസന്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ വേണ്ട പർട്ടിക്കുലർ മൈക്രോബ്സ് മാത്രമേ അതിലുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവേസീവ് ആയിട്ടുള്ള മൈക്രോബ്സ് ഉണ്ടോ എന്നൊക്കെയുള്ള ചെക്ക് ചെയ്യാൻ നമ്മൾ അതിന്റെ ഷെൽഫ് ലൈഫ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും മൈക്രോബയോളജിക്കൽ അനാലിസിസ് യൂസ് ചെയ്യും. ലാസ്റ്റ് ഓഫ് കോഴ്സ് ഇതെല്ലാം ചെയ്തതിനു ശേഷം നമുക്ക് സെൻസറി ആസ്പെക്ട് വേണം ഒരു ഫുഡിനെ നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ അത് പാലറ്റബിൾ ആണ് എല്ലാവർക്കും എന്നുള്ളത് സെൻസറി അനാലിസിസിൽ വരും. ഇതാണ് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് കാറ്റഗറി ഓഫ് ഫുഡ് അനാലിസിസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ റീസൺ വൈ വി ഡു ഫുഡ് അനാലിസിസ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫുഡ് അനാലിസിസ് ചെയ്യേണ്ടത്? അതിന്റെ മെയിൻ റീസൺ ആണ് ഗവൺമെന്റ് റെഗുലേഷൻസ് ഇൻ ന്യൂട്രീഷണൽ ലേബലിംഗ്. സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, മാൻഡേറ്ററി ആൻഡ് വോളണ്ടറിലി സ്റ്റാൻഡേർഡ്സ് ഓരോ ഫുഡ് കമ്പനിയും ഫോളോ ചെയ്യണം. പിന്നെ ഫുഡ് ഇൻസ്പെക്ഷൻസ് ആൻഡ് ഗ്രേഡിംഗ്. ഇപ്പൊ ടിപ്പിക്കൽ ഓരോ പ്രോഡക്ട്സിനും ഏത് ഗ്രേഡ് 1 ആണോ, ഗ്രേഡ് 2 ആണോ, ഗ്രേഡ് 3 ആണോ എന്ന് നമുക്ക് അനലൈസ് ചെയ്ത് മാറ്റി വെക്കാൻ. പിന്നെ ഒതന്റിസിറ്റി. ഇത് ഇടാൻ കാരണം റീസൺസ് ഓഫ് അനാലിസിസ് എന്താ നമുക്ക് ഈസിലി ഗെസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി അഥവാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനകത്ത് ഇങ്ങനെ 2-3 എണ്ണം കൺഫ്യൂസിങ് തന്നിട്ട് എ ഓർ ബി, ബി ഓർ സി, സി ഓർ ഡി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഓർത്തിരിക്കുക എന്തിനുമാണ്, റീസൺ ഫോർ ഫുഡ് അനാലിസിസ് എന്താണെന്ന്. ഒന്ന് ന്യൂട്രീഷൻ ലേബലിംഗ് ആണ്, ഒന്ന് സ്റ്റാൻഡേർഡ്സ്, മാൻഡേറ്ററി ആൻഡ് വോളണ്ടറി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ മാൻഡേറ്ററി മസ്റ്റ് ഹാവ്, എവറി ഫുഡ് ഇൻഡസ്ട്രി മസ്റ്റ് ഹാവ് ദീസ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തില് വോളണ്ടറിലി, അത് ഒരു കമ്പനി തന്നെത്താൻ ഇനിഷ്യേറ്റീവ് എടുത്ത് വരുന്ന സ്റ്റാൻഡേർഡ്സുകളും അതിനുണ്ട്. പിന്നെ ഫുഡ് ഇൻസ്പെക്ഷൻസ് ആൻഡ് ഗ്രേഡിംഗ്. നമ്മൾ ഒരു പർട്ടിക്കുലർ ഫുഡിന്റെ അതിന്റെ റോ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ് ഓഫ് റോ മെറ്റീരിയൽ ടു ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അപ്പം പ്രൊക്യൂർമെന്റ് ഓഫ് റോ മെറ്റീരിയൽ തൊട്ട് അതിനെ ഗ്രേഡ് ചെയ്ത് അതിന് എല്ലാത്തിനും ടോപ്പ് ഗ്രേഡ് യൂസ് ചെയ്ത് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന്റെ ഫൈനൽ പ്രോഡക്റ്റും ടോപ്പ് ഗ്രേഡ് തന്നെ ആയിരിക്കും. അതിന് പിന്നെ ഒതന്റിസിറ്റി, അതായത് ഇപ്പൊ നമുക്ക് താഴെ ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് സീലോ അല്ലെങ്കിൽ ബാർകോഡ് അല്ലെങ്കിൽ FSSAI അപ്രൂവ്ഡ് എന്ന് കാണുമ്പോൾ കൺസ്യൂമേഴ്സിന് ഒരു റീഅഷുറൻസ് കിട്ടും. ദിസ് പ്രോഡക്റ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓർ റെഗുലേറ്റഡ് ഇൻ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദാറ്റ്സ് വൈ ഇറ്റ് വിൽ ബി സേഫ്. ആ അഷുറൻസ് നമുക്ക് കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഫുഡ് അനാലിസിസ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മെയിൻ റീസൺ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയല് എന്തൊക്കെ ഉണ്ട്, അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്താണെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഫർദർ റിസർച്ച് R&D അതിൽ നടക്കൂ. അതുകൊണ്ട് ഇതൊക്കെയാണ് അതിന്റെ റീസൺസ്. ഇപ്പൊ ഓർത്തിരിക്കുക റീസൺസ്. ചില എക്സാമുകൾക്ക് ABCD 4 ഓപ്ഷൻ ഇട്ട് ഓൾ ദ എബോ, നൺ ഓഫ് ദ എബോ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും, എന്നാലും കൺഫ്യൂഷൻ അടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കൊടുത്താണ്. ഇനി ഫുഡ് അനാലിസിസ്. വാട്ട് ഈസ് ഫുഡ് അനാലിസിസ്?
ഒരു സ്പെസിഫിക് മെത്തേഡ് ആണ് ന്യൂട്രീഷൻ ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻ അറിയാൻ വേണ്ടി. ന്യൂട്രീഷണൽ എന്ന് പറയുമ്പോൾ മാക്രോന്യൂട്രിയൻസ്, മൈക്രോന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടെന്ന്, അതിലേതൊക്കെ ഉണ്ട് എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയും അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ അറിയാൻ വേണ്ടിയും നമ്മൾ ചെയ്യുന്നൊരു അനലിറ്റിക്കൽ മെത്തേഡാണ് ഫുഡ് അനാലിസിസ്. ഫുഡ് അനാലിസിസ് കൊണ്ട് ഫുഡ്സ് ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് റെഗുലേറ്ററി കോംപ്ലയൻസസിനെ നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്. ഫുഡ് അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ ക്വാളിറ്റിനെ എൻഷുർ ചെയ്യും, ദീസ് പ്രോഡക്ട്സ് ആർ സേഫ് എന്ന് എൻഷുർ ചെയ്യും, പിന്നെ ഗവൺമെന്റ് റെഗുലേഷൻസ് ഒക്കെ എൻഷുർ ചെയ്യും. പിന്നെ ദീസ് ഫുഡ് അനാലിസിസ് യൂസ് ചെയ്തിരിക്കുന്നത് പ്രോഡക്റ്റ് ആണ്, അതായത് നാം മുമ്പേ പറഞ്ഞ പോലെ തന്നെ R&Dക്ക് യൂസ് ചെയ്യും. പിന്നെ ഇതേ ഫുഡ് അനാലിസിസ് കൊണ്ട് തന്നെയാണ് നമ്മൾ ലേബലിങ്ങും അതിന്റെ ക്വാളിറ്റിയും ചെക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ബാക്കിൽ കാണുന്ന ന്യൂട്രീഷൻ ലേബലിംഗ്, കാർബോഹൈഡ്രേറ്റ് ഇത്ര, പ്രോട്ടീൻ ഇത്ര, അതിന്റെ കാലറി ഇത്ര ആണ്, ഇതൊക്കെ മാർക്ക് ചെയ്യാനുള്ള ലേബലിംഗ്, ന്യൂട്രീഷൻ ലേബലിംഗ് ചെയ്യാനും നമ്മൾ ഇതേ ഫുഡ് അനാലിസിസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി മാക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള മോയ്സ്ചർ, ഫാറ്റ്, പ്രോട്ടീൻ എക്സെട്ര നമ്മൾ ഇതുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഫുഡ് അഡൾട്രേഷൻ അല്ലെങ്കിൽ കണ്ടാമിനേഷൻ ഉണ്ടോ അല്ലെങ്കിൽ അഡൾട്രേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ഫുഡ് അനാലിസിസ് പറ്റും. സ്റ്റാൻഡേർഡ്സ് FSSAI അല്ലെങ്കിൽ FDA പോലുള്ള ലീഗൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാനും നമ്മൾ ഫുഡ് അനാലിസിസ് ചെയ്യാറുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞല്ലേ, ഇപ്പം ടോട്ടലി ഓർഗാനിക്, ലോ ഫാറ്റ് അല്ലെങ്കിൽ നമ്മളെ ഹോമോജനൈസ്ഡ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ലോ ഫാറ്റ്, ആൽമണ്ട് ഫ്രീ, പീനട്ട് ഫ്രീ എന്ന് പറയുന്ന ഓരോ, ലാക്ടോസ് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ അതിനെ ലാബ് പ്രൂവ് അല്ലെങ്കിൽ ലാബ് ടെസ്റ്റഡ് പ്രൂഫ് നമ്മൾ കൊടുക്കണം. അതിനും നമ്മൾ അനാലിസിസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് മാക്രോന്യൂട്രിയൻസ് മാക്രോന്യൂട്രിയൻ അനാലിസിസിനെ നമ്മൾ പ്രോക്സിമേറ്റ് അനാലിസിസ് എന്നാണ് പറയുന്നത്. പ്രോക്സിമേറ്റ് അനാലിസിസിനെ ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത് വാൻഡെ അനാലിസിസ് എന്നാണ്. കാരണം വാൻഡെ അനാലിസിസ്, വാൻഡെ എക്സ്പെരിമെന്റൽ സ്റ്റേഷനിൽ ആദ്യം ഫീഡ്, ആനിമൽ ഫീഡിന്റെ ആനിമൽ ഫീഡിന്റെ ന്യൂട്രീഷണൽ കോമ്പോസിഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്തിരുന്നത്. അത് 1860 ഹെൻബർഗ് ആൻഡ് സ്റ്റോമർ ഇൻ ജർമ്മനിയിലാണ് ആ മെത്തേഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ മെത്തേഡില് സോലബിൾ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ തന്നെ നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്ട് NFE എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എക്സാംസിന് വേണമെങ്കിൽ ചോദിക്കാം, ഏർലിയർ നെയിം ഓഫ് പ്രോക്സിമേറ്റ് എന്തായിരുന്നു, എവിടെ, 1980s ഏത് മെത്തേഡാണ് ഇൻവെന്റ് ചെയ്തത് എന്നൊക്കെ ചോദിക്കാം. അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് പ്രോക്സിമേറ്റിൽ വരുന്നതാണ് ആഷ്, ക്രൂഡ് പ്രോട്ടീന്, ക്രൂഡ് ലിപ്പിഡ്സ്, ക്രൂഡ് ഫൈബർ, നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്ട്, മോയ്സ്ചർ. ഇത് വാൻഡെ എക്സ്പെരിമെന്റിന്റെ ബേസിസിൽ പറയുന്നതാണ്. നമുക്കിപ്പം അതിൻ്റെ അകത്ത് വരുന്നത് പ്രോട്ടീനും ഇതൊക്കെയാണ്. ഇനി നെക്സ്റ്റ് ആണ് മെത്തേഡ് ഇൻ ഫുഡ് അനാലിസിസ്. നമ്മൾ മുമ്പേ പറഞ്ഞു, ഫിസിക്കൽ ആണെങ്കിൽ ടെക്സ്ചർ, കളർ, വിസ്കോസിറ്റി ആണ് ഫുഡ് അനാലിസിസിൽ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് വരുന്നത്. കെമിക്കൽ ആണെങ്കിൽ ഗ്രാവിമെട്രിക് വരാം, ടൈട്രോമെട്രിക് മെത്തേഡ് വരാം. ടൈട്രോമെട്രിക് മെത്തേഡ് മീൻസ് ടൈട്രേഷൻ മെത്തേഡ്. പിന്നെ സ്പെക്ട്രോഫോട്ടോമീറ്റർ മെത്തേഡ് വരാം. സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ നമ്മൾ അല്ലെങ്കിൽ UVVI അല്ലെങ്കിൽ IR സ്പെക്ട്രോമീറ്റർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻസ്ട്രുമെന്റൽ അനാലിസിസ് ഉണ്ട്, NMR, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്, IR സ്പെക്ട്രോസ്കോപ്പി, ക്രോമാറ്റോഗ്രഫി, ഇതൊക്കെയാണ് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ബയോളജിക്കൽ മെത്തേഡ്സിലാണ് എൻസൈംസ് അല്ലെങ്കിൽ മൈക്രോബിയൽ അസേസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഫിസിക്കൽ, കെമിക്കൽ, ഇൻസ്ട്രുമെന്റൽ അല്ലെങ്കിൽ ബയോളജിക്കൽ മെത്തേഡ്സിൽ വരുന്നതാണ് ഈ 4 ഡിഫറെന്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് മെത്തേഡ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ കെമിക്കൽ അനാലിസിസ് ഓഫ് ഫുഡ് അനാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, കെമിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന മെത്തേഡ്സ് ഗ്രാവിമെട്രിക്കും ടൈട്രോമെട്രിക്കും സ്പെക്ട്രോഫോട്ടോമെട്രിക്കും ആണ്. അതല്ലാതെ വേറെ എന്താ ഓപ്ഷൻസിൽ ഉണ്ടെങ്കിൽ അതൊന്നും കെമിക്കൽ മെത്തേഡ്സ് അല്ല. അത് സെയിം ഗോസ് ടു ഫിസിക്കൽ. ടെക്സ്ചറും കളറും വിസ്കോസിറ്റി മാത്രമാണ് ഫിസിക്കലി വരുന്നത്. അപ്പൊ ബാക്കി വേറെ ഏത് ഓപ്ഷൻ ഉണ്ടെങ്കിലും അത് ഫിസിക്കൽ മെത്തേഡ്സിൽ വരുന്നതല്ല. ഓക്കെ, ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതിലെ ഫസ്റ്റ് ഇതാണ് മോയ്സ്ചർ അനാലിസിസ്. മോയ്സ്ചർ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് നമ്മുടെ ഫുഡില്. കാരണം മോയ്സ്ചർ ആണ് അതിന്റെ ഷെൽഫ് ലൈഫ്, അതിന്റെ ടെക്സ്ചർ.
അതിന്റെ ടേസ്റ്റ് എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് മോയ്സ്ചർ ആണ്. കാരണം ഷെൽഫ് ലൈഫ് അതിനെ ഇമ്പാക്ട് ചെയ്യാൻ കാരണം മോയ്സ്ചർ എത്ര കൂടുന്നോ അത്രയും മൈക്രോബിയൽ റിസ്ക് അല്ലെങ്കിൽ മൈക്രോബിയൽ ഗ്രോത്ത് വരാൻ ചാൻസസ് ഉണ്ട്. കാരണം ഫ്രീ വാട്ടർ ഉണ്ട്. സോ നമ്മുടെ ഫുഡിൽ മെയിൻലി 2 ടൈപ്സ് ഓഫ് വാട്ടേഴ്സ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഒന്ന് ബൗണ്ട് വാട്ടറും ഒന്ന് ഫ്രീ വാട്ടറും. ബൗണ്ട് വാട്ടർ മീൻസ് those H2O molecule which is trapped between 2 molecules. നമ്മുടെ 2 മോളിക്യൂൾസിനൊക്കെ ട്രാപ്പ് ആയിട്ടിരിക്കുന്ന H2O മോളിക്യൂൾ അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് ആണ് ബൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. അതൊരിക്കലും മൈക്രോബ്സിന് അവൈലബിൾ ആവില്ല ഫോർ ദർ ഗ്രോത്ത്. അവരെ ഗ്രോ ചെയ്യാൻ ഒരിക്കലും ബൗണ്ട് വാട്ടേഴ്സ് ഹെൽപ്പ് ചെയ്യില്ല, കാരണം അത് അവർക്ക് അവൈലബിൾ അല്ല. പക്ഷെ ഇത് ഫ്രീ വാട്ടേഴ്സ്, ഫ്രീ ആയിട്ട് എടുക്കുന്ന H2O എന്ന് പറയുന്നത് അവർക്ക് അവൈലബിൾ ആണ്. സോ നമ്മുടെ ഒരു ഫുഡ് പ്രോഡക്റ്റില് മോയ്സ്ചർ, അതായത് ഫുഡ് പ്രോഡക്റ്റ് ഇൻ ദ സെൻസ് അക്കോർഡിംഗ് ടു വിച്ച് ഫുഡ് ഇറ്റ് ഈസ്, ഏത് ഫുഡ് ആണെന്നുള്ളതിനെ ഡിറ്റർമിൻ ചെയ്ത് അതിന്റെ എപ്പോഴും മോയ്സ്ചർ കണ്ടന്റ് കുറച്ച് വെക്കണം. ഇപ്പം ജ്യൂസ് അല്ലെങ്കിൽ അതേപോലെയൊക്കെയുള്ള സാധനം മോയ്സ്ചർ എന്തുവായാലും വേണം, കാരണം വെള്ളമാണത്. പക്ഷെ ബാക്കിയുള്ളതില് മോയ്സ്ചർ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ അതിൽ മൈക്രോബിയൽ റിസ്ക് കൂടും. അതേപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് മോയ്സ്ചർ കണ്ടന്റ് അനുസരിച്ച് നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ ഹൈ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഫുഡ് ആണെങ്കിൽ ഏത് ടൈപ്പ് പാക്കേജിങ് ആയിരിക്കും അതിന് നല്ലത് എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് അറിയണം. അതായത് ഇത്ര പെർസെന്റേജ് മോയ്സ്ചർ ഈ പ്രോഡക്റ്റിലുണ്ട്. സോ വി നീഡ് ദീസ് ടൈപ്പ് ഓഫ് പാക്കേജിങ് ആൻഡ് സ്റ്റോറേജ് മെത്തേഡ്സ് ഇൻ വിച്ച് അതിനകത്ത് അത്രയും മോയ്സ്ചർ ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനൊക്കെ പാക്കേജ് ചെയ്ത് ഇങ്ങനൊക്കെ സ്റ്റോർ ചെയ്താൽ മാത്രമേ അതിനെ ലാർജർ ഷെൽഫ് ലൈഫ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മോയ്സ്ചർ അനാലിസിസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പം മോയ്സ്ചർ അനാലിസിസ് മെയിൻലി ബേസിക്കലി റാപ്പിഡായിട്ട് യൂസ് ചെയ്യുന്ന ഓവൻ ഡ്രൈയിങ് മെത്തേഡ്സ് ആണ്. പക്ഷെ ടൈം കൺസ്യൂമിങ് ആണ്. ഡിപ്പെൻഡ് അപ്പോൺ നമ്മൾ ഏത് ഫുഡ് മെറ്റീരിയൽ ആണ് വെക്കുന്നത് അനുസരിച്ച് നമ്മൾ ഡ്രൈയിങ് ടൈം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഓവൻ ഡ്രൈയിങ് ബേസിക്കലി എന്താന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്റ് എടുക്കുക, ഒരു പെട്രി പ്ലേറ്റ് എടുക്കുക, അതിനകത്തോട്ട് നമ്മുടെ സാമ്പിൾ ആഡ് ചെയ്യുക, അത് രണ്ടും കൂടെ ഉള്ള വെയിറ്റ് എടുക്കുക, എന്നിട്ട് അതിനെ ഹോട്ട് എയർ ഓവനിൽ വെക്കുക. ഹോട്ട് എയർ ഓവനിൽ വെച്ചതിന് ശേഷം അത് നമ്മൾ നോക്കുക അതിന്റെ മോയ്സ്ചർ പോകുന്നുണ്ടോ. ടിപ്പിക്കലി 1 to 2 hours, അല്ലെങ്കിൽ നമ്മുടെ ഹൈ മോയ്സ്ചർ സാധനങ്ങളാണെങ്കിൽ ജ്യൂസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡ്രൈ ചെയ്ത് കിട്ടും. അല്ലാതെ ഭയങ്കര മോയ്സ്റ്റി ആയിട്ടിരിക്കുന്ന മെറ്റീരിയൽ, മറ്റേ മാഷ് പോലത്തെ സാധനങ്ങളാണെങ്കിൽ അത് ഡ്രൈ ആവാൻ കുറച്ച് സമയം എടുക്കും. എന്നിട്ട് അതെടുക്കുക, അതിനെ ഡ്രൈ ആവാൻ വെക്കുക, അതിന് ശേഷം വേ ചെയ്യുക. അങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് അത് തമ്മിലുള്ള വെയിറ്റ് വ്യത്യാസം 0.01 അല്ലെങ്കിൽ 0. ആ മിനിമം ആക്കിയതിന് ശേഷം നമുക്ക് അതിനെ നിർത്താം. അപ്പം നമുക്ക് ലാസ്റ്റ് കിട്ടിയ വെയിറ്റും നമുക്ക് ആദ്യം വിത്ത് സാമ്പിളുള്ള വെയിറ്റും ഡിവൈഡ് ബൈ സാമ്പിൾ വെയിറ്റ് എത്രയാണ് അത് ഇൻറ്റു 100 ചെയ്ത് നമുക്ക് മോയ്സ്ചർ പെർസെന്റേജ് കിട്ടും. അതാണ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ്. വാക്വം ഡ്രൈയിങ് ഹീറ്റ് സെൻസിറ്റീവ് സെയിം ആണ്. അത് വാക്വം ഓവൻ ഡ്രൈയിങ്ങിനകത്തൊരു വാക്വം കൂടി ഇൻസ്റ്റാൾ ആയതുകൊണ്ട് ഹീറ്റ് സെൻസിറ്റീവ് വോളറ്റൈൽ പ്രോഡക്ട്സ് ഉള്ള സാധനങ്ങളൊന്നും നമുക്ക് ഓവൻ ഡ്രൈയിൽ വെക്കാം. കാരണം വോളറ്റൈൽ പ്രോഡക്ട്സ് എല്ലാം വോളറ്റൈൽ ആയിപ്പോകും. അപ്പം നമുക്ക് കിട്ടുന്ന പെർസെന്റേജ് വ്യത്യാസം വരും. അതുകൊണ്ട് ആ സിറ്റുവേഷൻ നമ്മൾ വാക്വം ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കൊണ്ട് സാമ്പിൾ വെക്കും. അത് വാക്വം ആയതുകൊണ്ട് അതിന് അത്രയും ടെമ്പറേച്ചർ ഹൈയിൽ പോകേണ്ടി വരില്ല. ഇപ്പം 110, 120 പോകേണ്ടി വരില്ല. അതിന്റെ താഴെ, അതായത് വാക്വം ക്രിയേറ്റ് ആയതുകൊണ്ട് താഴെ തന്നെ അതിന്റെ മോയ്സ്ചർ എല്ലാം ഇവാപറേറ്റ് ആയി പോകും. പിന്നെ കാൽഫിഷർ ടൈട്രേഷൻ, അതിന് ഹൈ അക്യുറസി ആണ്. പക്ഷെ ലോ മോയ്സ്ചർ ഉള്ള ഏറ്റവും മിനിമം മോയ്സ്ചർ ഉള്ള ഫുഡ്സിൽ മാത്രമേ നമുക്ക് കാൽഫിഷർ ടൈട്രേഷൻ ചെയ്യാൻ പറ്റൂ. പിന്നെ ഇൻഫ്രാറെഡ് ഡ്രൈയിങ്ങും ഉണ്ട്. അപ്പൊ ഈ 4 മെത്തേഡാണ് മെയിൻലി മോയ്സ്ചർ ഡിറ്റർമിനേഷൻ യൂസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഓവൻ ഡ്രൈയിങ് മെത്തേഡ് തന്നെയാണ്. ഇത് ഓവൻ ഡ്രൈയിങ് മെത്തേഡ്, ഇതാണ് ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. അതിന്റെ സാമ്പിൾ വേ ചെയ്യുന്ന സാധനം, പിന്നെ അതിനെ ഡ്രൈ ചെയ്യാൻ വെക്കുന്ന ചേമ്പർ, ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഞാനിവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ ടേബിൾ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഈസിലി ഓരോ മെത്തേഡും അതിന്റെ ഡിഫറൻസിയേഷനും അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഏത് ഫുഡ് പ്രോഡക്ട്സ് ആണ് അതിന്
യൂസ് ചെയ്യുന്നതെന്നും ഏത് ഫുഡ് പ്രോഡക്ട്സിന് വേണ്ടിയാണ് നമ്മൾ ഈ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതും മനസ്സിലാവും. അതിൽ ഫസ്റ്റ് ആണ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ്. ഓവൻ ഡ്രൈയിങ് മെത്തേഡ് എന്ന് വെച്ചാൽ ഇവാപറേഷൻ ഓഫ് മോയ്സ്ചർ ബൈ ഹീറ്റിംഗ് ടു 100 to 105 ഡിഗ്രി അൺടിൽ കോൺസ്റ്റന്റ് വെയിറ്റ്. അന്ന് മുമ്പേ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുന്നു, ആ പ്രോഡക്റ്റിന് പെട്രി പ്ലേറ്റ് വിത്ത് ആ പ്ലേറ്റ് ഉൾപ്പെടെ വേ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഹോട്ട് എയർ ഓവനിൽ വെക്കുന്നു. ഹോട്ട് എയർ ഓവനിൽ വെച്ചതിന് ശേഷം അതിനെ ഒരു ടിപ്പിക്കൽ 1 hour അല്ലെങ്കിൽ 1 hour to 2 hours റേഞ്ചിൽ വെച്ചതിന് ശേഷം അതിനെ നമ്മൾ തിരിച്ചെടുത്ത് കൂൾ ഡൗൺ ചെയ്യാൻ വെക്കുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും പോയി വേ എടുക്കുന്നു. വേ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു 1/2 hour അല്ലെങ്കിൽ 10 minutes വേണ്ടി വെച്ചിട്ട് വീണ്ടും ഇതേപോലെ ഡ്രൈ ചെയ്ത് വീണ്ടും വേ എടുക്കുന്നു. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത്, അതായത് നമുക്ക് തമ്മിൽ കിട്ടുന്ന ആ വെയിറ്റ് തമ്മിൽ ഏറ്റവും മിനിമം ചേഞ്ച് വരുന്നുണ്ട് മതി. ഇപ്പം 3.01 ആണെങ്കിൽ അടുത്ത വെയിറ്റും 3.01 അല്ലെങ്കിൽ 3.00 കിട്ടുന്നിടം വരെ നമ്മൾ ചെയ്യുക. ആ റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിർത്താം. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് മോയ്സ്ചർ എത്രയുണ്ടെന്ന്. ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ്, വെരി സിമ്പിൾ ആണ്, മാക്സിമം യൂസ് ആണ്. ഡ്രൈ സാമ്പിൾസിന് വളരെ നല്ലതാണ്, മോയ്സ്ചർ സാമ്പിൾസിന് നല്ലതാണ്. പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ജ്യൂസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് അരമണിക്കൂർ 100 ഡിഗ്രിയിൽ അരമണിക്കൂർ വെക്കണ്ട, അതിന് മുമ്പ് അത് ഇവാപറേറ്റ് ആയി പോകും. അത് തന്നെ അത് ആഷിങ് അല്ലെങ്കിൽ ചാറിങ്ങിന്റെ അടുത്തോട്ട് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എപ്പോഴും ഡ്രൈ സാമ്പിൾ അല്ലെങ്കിൽ മാഷ്ഡ് സാമ്പിൾ ഒക്കെ കൊടുക്കാനാണ് നല്ലത്. ഡിസഡ്വാൻറ്റേജ് ടൈം കൺസ്യൂമിങ് ആണ്, വോളറ്റൈൽ കോമ്പൗണ്ട്സിന് നല്ലതല്ല. അപ്പൊ ഇതിൽ നമ്മൾ ഗ്രെയിൻസ്, ഫ്ലോർ, സ്പൈസസ് അതേപോലൊക്കെയുള്ള സാധനങ്ങളാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇനി വാക്വം മോയ്സ്ചർ റിമൂവ് ലോവർ ടെമ്പറേച്ചറിലാണ് അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. വാക്വം ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഡ്രൈ ചെയ്യാൻ വെക്കുന്നത് ഉള്ളതുകൊണ്ട് അതിന്റെ മോയ്സ്ചർ റിമൂവൽ ലോവർ ടെമ്പറേച്ചറിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ വോളറ്റൈൽ കമ്പോണൻസ് ഒന്നും ഇവാപറേറ്റ് ആയി പോവില്ല. അതുകൊണ്ട് നമുക്ക് എക്സാക്ട് ആ ഒരു ഇതിന്റെ മോയ്സ്ചർ ഒഴിച്ച് ബാക്കി എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഹീറ്റ് സെൻസിറ്റീവ് പ്രോഡക്ട്സിൽ ഭയങ്കര നല്ലതായിരിക്കും. ഹീറ്റ് സെൻസിറ്റീവ് ഓക്സിഡേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ സ്ലോവർ, ഇൻഫ്രാറെഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് സ്ലോവർ ആണ്. പക്ഷെ ഇതിന്റെ എക്യുപ്മെന്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. വാക്വം ഓവൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇനി അത് യൂസ് ചെയ്യുന്ന സാമ്പിൾസ് ആണ് മിൽക്ക് പൗഡർ, കൺഫെക്ഷണറി, ഫ്രൂട്ട് പൗഡേഴ്സ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. കാരണം അത് ഹീറ്റ് സെൻസിറ്റീവ് ആയതുകൊണ്ട്. മിൽക്ക് പ്രോഡക്ട്സിന് നമ്മൾ കൊണ്ടുവന്ന് 100 ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് കരിഞ്ഞു പോകും. അപ്പൊ അതൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഓവൻ ഡ്രൈയിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി കാൽഫിഷർ ടൈട്രേഷൻ, അതിൽ വാട്ടർ, കാൽഫിഷർ റിയേജന്റ്, അതായത് അയഡിൻ പ്ലസ് സൾഫർ ഡയോക്സൈഡ് പ്ലസ് മെഥനോൾ ആ റിയാക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതിനകത്ത് എത്ര മോയ്സ്ചർ ഉണ്ടെന്ന്. ഇത് ഹൈലി ആക്യുറേറ്റ് ആണ്. പക്ഷെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചർ കണ്ടന്റ് വരെ ഇപ്പൊ മോയ്സ്ചർ ഒട്ടും ഇല്ലാത്ത സാധനങ്ങളെ പോലും മോയ്സ്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്താ, കെമിക്കൽ ഹാൻഡ്ലിംഗ് ഉണ്ട്. ഇതിൽ കെമിക്കൽസ് യൂസ് ചെയ്യുന്ന കെമിക്കൽ ഹാൻഡ്ലിങ്സ് ഉണ്ട്. പക്ഷെ ഹൈ മോയ്സ്ചർ കണ്ടന്റ് ഉള്ളതിന്, അതായത് ഹൈ നമ്മൾ ഓവൻ ഡ്രൈയിങ്ങിലൊക്കെ വെക്കുന്ന പോലെ ഹൈ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള സാധനത്തിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് മിക്കവാറുള്ള ഫുഡ് സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ്, ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്, അതായത് മിനിമം മോയ്സ്ചർ വരാൻ ചാൻസ് ഉള്ള ഫുഡ് പ്രോഡക്റ്റ് എന്താണോ അതിനാണ് നമ്മൾ കാൽഫിഷർ ടൈട്രേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ലൈക്ക് മൈക്രോവേവ് ഓവൻ വിത്ത് ഇൻഫ്രാറെഡ് എന്ന് വേണമെങ്കിൽ പറയാം. മോയ്സ്ചർ റാപ്പിഡ്ലി ഇവാപറേറ്റ് ആവും. ഇത് ഫാസ്റ്റ് ആൻഡ് നോൺ കോണ്ടാക്ട് ആണ്. റിയൽ ടൈം റിസൾട്ട്സ് നമുക്ക് കാണാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് സർഫസ് ഹീറ്റ് ചെയ്യേണ്ട, സർഫസ് മാത്രമേ ഹീറ്റ് ചെയ്യുള്ളൂ. പക്ഷെ എപ്പോഴും കാലിബ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. സോ നമ്മൾ എപ്പോഴെങ്കിലും കാലിബ്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് തെറ്റാൻ ചാൻസ് ഉണ്ട്. അതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് സ്നാക്ക് ഫുഡ്, സീരിയൽസ്, ബേക്ക്ഡ് പ്രോഡക്ട്സിനൊക്കെ വേണ്ടിയാണ് ഇൻഫ്രാറെഡ് ഡ്രൈയിങ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ മോയ്സ്ചർ കണ്ടന്റ് അനാലിസിസിന്റെ 4 മെത്തേഡ്സും പറഞ്ഞു. ഇതിന്റെ എക്സാമിന് വേണമെങ്കിൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഫുഡ് സാമ്പിൾസ് വന്നിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ
ഇതിന്റെ എല്ലാം കൂടെ ഷഫിൾ ചെയ്തിട്ട് 100 and 105 കോൺസ്റ്റന്റ് വെയിറ്റ്, പിന്നെ തിരിച്ച് അഡ്വാൻറ്റേജ് സ്ലോവർ ദാൻ ഇൻഫ്രാറെഡ് ആണ്, പിന്നെ കെമിക്കൽ ഹാൻഡ്ലിങ്സ് ഉണ്ട്, അയഡിൻ അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡ് പ്ലസ് മെത്തനോൾ യൂസ് ചെയ്യുന്നു, പിന്നെ ഗ്രെയിൻസ് ആൻഡ് ഫ്ലോർ പ്രൈസസ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഒന്ന് മാച്ച് ദ ഫോളോയിങ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഗ്രെയിൻസ് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രെയിൻസ് അല്ലെങ്കിൽ അതേപോലെ സാധനത്തിന് ഏത് മോയ്സ്ചർ ആയിരിക്കും, മോയ്സ്ചർ അനലിറ്റിക്കൽ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞ് ഈ 4 ഓപ്ഷൻസ് തരാം. അപ്പം ഈ ഒരു ടേബിൾ ഫോമിൽ അത് കൊടുത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ടേബിൾ ഫോം ആവുമ്പം ഒറ്റ സ്ട്രക്ചറിൽ കാണാൻ പറ്റും ഈ മെത്തേഡ്സും അതിന്റെ ഡിഫറൻസിയേഷൻ എന്താണെന്നും അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്നും ഏത് ഫുഡ് പ്രോഡക്ട്സിലാണ് ഇത് യൂസ് ആവുന്നത് ഉള്ളത്. സോ ഇതെല്ലാം ഒരുമിച്ച് വൺ സൈറ്റിൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏത് മെത്തേഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നതും അതിന്റെ പ്രിൻസിപ്പിൾസും. അപ്പൊ നിങ്ങൾ ഈ ടേബിൾ തന്നെ ഒന്ന് വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ഇതിൽ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ മെത്തേഡ്സ് വരുന്നത്, സോ ഇതൊക്കെ അതിന്റെ അഡ്വാൻറ്റേജസ് ആണ്, അപ്പൊ ഈ ഫുഡ് പ്രോഡക്ട്സ് നമ്മൾ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്ന്. ഇത് വേണമെങ്കിൽ മറ്റേ എക്സ്റ്റൻഷൻ ഭയങ്കര ക്വസ്റ്റ്യൻ, ഇപ്പം ഗ്രെയിൻസ് ഉള്ള ഒരാളാണെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് ആ ഒരു അനലിറ്റിക്കൽ ലാബിൽ ഏത് മെത്തേഡ് ഏത് ഇൻസ്ട്രുമെന്റ് ആണ് വെക്കേണ്ടതെന്ന് ചോദിച്ചിരുന്ന ഗ്രെയിൻസും ഫ്ലോറും സ്പൈസസ് ഒക്കെ ആണെങ്കിൽ ഹോട്ട് എയർ ഓവൻ ആണ് വെക്കേണ്ടത് എന്ന് ഓർക്കുക. അതേപോലെ ഒരു മിൽക്ക് ഇൻഡസ്ട്രി, ഡയറി അല്ലെങ്കിൽ ഫ്രൂട്ടിന്റെ ഇൻഡസ്ട്രി ആണെങ്കിൽ വാക്വം ഓവൻ ആണ് വെക്കേണ്ടത് എന്ന് ഓർക്കാം. ഇതാണ് മോയ്സ്ചർ അനാലിസിസ്. നെക്സ്റ്റ് ആണ് ഫാറ്റ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ എനർജി ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ മാക്രോ ന്യൂട്രിയൻസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പവർ തരുന്ന സാധനമാണ് ഫാറ്റ്. അതേപോലെ തന്നെ ഫാറ്റ് എനർജി ട്രിപ്പ്, പിന്നെ നമ്മുടെ ഫ്ലേവർ, മൗത്ത് ഫീല് ഇതൊക്കെ തരുന്നത് നമുക്ക് എപ്പോഴും ഫാറ്റിൽ നിന്നായിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും ഫാറ്റ് മെഷർ ചെയ്യുമ്പം നമ്മൾ ഫാറ്റിനെ മൂന്ന് രീതിയിൽ നമുക്ക് ഫാറ്റിനെ മെഷറബിൾ ആണ്. ഒന്ന് ടോട്ടൽ ഫാറ്റ്, അതായത് എല്ലാ ലിപ്പിഡ്സും ഉള്ളത്, പിന്നെ ഫ്രീ ഫാറ്റ്സ് ഈസിലി, അതായത് നമ്മുടെ ആ ഒരു ഫുഡ് മോളിക്യൂൾസിന് അല്ലെങ്കിൽ ഫുഡ് എന്നുള്ള ഇതിനകത്തുനിന്ന് നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്ത് ഈസിലി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രീ ആയിട്ട് എടുക്കുന്ന ഫാറ്റ്സ്, അതിന്റെ എംബഡഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെയിൻസിന്റെ ഇടയ്ക്ക് ട്രാപ്പ് ആയിട്ടുള്ളതോ ബൗണ്ടഡ് ആയിട്ടുള്ളതോ ഉള്ള ഫ്രീ വാട്ടർ, ബൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഫാറ്റ്സിനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. പിന്നാണ് ബൗണ്ട് ഫാറ്റ്സ്. ബൗണ്ട് ഫാറ്റ്സ് എന്ന് വെച്ചാൽ സ്ട്രോങ്ങർ അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ ആസിഡ് ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ അതേപോലത്തെ ഹൈഡ്രോളിസിസ് ആഡ് ചെയ്ത് അതിനകത്ത് എംബഡഡ് ആയിട്ടുള്ള ഫാറ്റ് മോളിക്യൂൾസിനെ പുറത്ത് കൊണ്ടുവന്ന് ആ ഫാറ്റിനെ നമ്മൾ അനാലിസിസ് ചെയ്യാം. അപ്പം 3 ടൈപ്പ് ഓഫ് ഫാറ്റ് അനാലിസിസ് ആണ് ബേസിക്കലി ഉള്ളത്: ടോട്ടല്, ഫ്രീ, ബൗണ്ട് ഫാറ്റ്സ്. ഇനി ഫാറ്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡ്സ് ആണ് സോക്സ്ലെറ്റ്. മോർ അല്ലെങ്കിൽ റാപ്പിഡ്ലി യൂസ് ചെയ്യുന്ന ഫാറ്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡാണ് സോക്സ്ലെറ്റ്. നെക്സ്റ്റ് ആണ് ഗോൾഡ് ഫിഷർ മെത്തേഡ്. അത് സോക്സ്ലെറ്റിനേക്കാളും ഫാസ്റ്റർ ആണ്. ഫ്ലോ ചാമ്പിളിംഗ് ഡ്രയർ മെത്തേഡ്, ടോട്ടൽ ലിപ്പിഡ്സ് യൂസിങ് സോൾവെന്റ്സ് ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. പിന്നെ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എക്സ്ട്രാക്ഷൻ മെത്തേഡ് എക്കോ ഫ്രണ്ട്ലി ആണ്, പക്ഷെ ഭയങ്കര പ്രിസൈസും ആയിരിക്കും. ഇനി അതിന്റെ മെയിൻ ഫാറ്റ് അനാലിസിസിന്റെ മെയിൻ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് അല്ലെങ്കിൽ എമൾസിഫൈഡ് ഫാറ്റ്. ഇപ്പം എമൾസിഫൈഡ് ഫാറ്റിന് എക്സാമ്പിൾ ആണ് ഇപ്പം മയോണൈസ് ഒരു എമൾസിഫിക്കേഷന്റെ എക്സാമ്പിൾ ആണ്. ഓയിൽ ഇൻ വാട്ടർ അല്ലെങ്കിൽ വാട്ടർ ഇൻ ഓയിൽ എമൾസിഫിക്കേഷൻ. അങ്ങനെയൊക്കെയുള്ള എമൾസിഫൈ ചെയ്തിരിക്കുന്നതിനകത്തുനിന്ന് ഫാറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പാടായിരിക്കും, കാരണം അത് നല്ലപോലെ ബൗണ്ടഡ് ആയിരിക്കും. അതിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അനാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ പാടായിരിക്കും. പിന്നെ ലിപ്പിഡ് ഓക്സിഡേഷൻ, നമ്മുടെ അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലിപ്പിഡ് ഓക്സിഡൈസ്, അതിനകത്തുനിന്ന് ഓക്സിജൻ ആഡ് ചെയ്ത് ഓക്സിഡൈസേഷൻ ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ റെസിഡ്യൂൽ സോൾവെന്റ്, അതിനകത്ത് ബാക്കി വരുന്ന ഈ നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെന്റിന്റെ റെസിഡ്യൂല് നമ്മുടെ റീഡിങ്സിനെ ഇമ്പാക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഇതൊക്കെയാണ് ചലഞ്ചസ് ഇൻ ഫാറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മെത്തേഡ്സ്. ഫസ്റ്റ് ആണ് സോക്സ്ലെറ്റ്. അതിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് കണ്ടിന്യൂസ് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ബൈ റിഫ്ലക്സ്. നമ്മളൊരു സോക്സ്ലെറ്റ് ഒരു ഗ്ലാസ് ഫണൽ പോലൊരു സംഭവമാണ്. അതിനകത്ത് നമ്മൾ കണ്ടിന്യൂസ് ആണ്
നമ്മുടെ സോൾവെന്റ് എപ്പോഴും നമ്മുടെ സാമ്പിളിൽ കൂടി പൊക്കോണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് അത് കണ്ടിന്യൂസ് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡാണ്. അതിന്റെ പ്രൊസീജിയർ എന്താന്ന് പറഞ്ഞാല് നമ്മളൊരു സാമ്പിളിനെ അത് ഡ്രൈ ചെയ്ത് ഗ്രൈൻഡ് ചെയ്യുന്നു, പിന്നെ ഒരു ടിമ്പിൾ ചെയ്യും. അതായത് നമ്മളൊരു ഫിൽട്ടർ പേപ്പർ എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ സാമ്പിൾ ഇട്ട് അതിനെ ഒരു കുമ്പിളുത്ത എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ടിമ്പിൾ പോലെ അതിനെ ആക്കി അതിനകത്ത് ഓക്സിജൻ ട്യൂണിനകത്തിടും. പിന്നെ നമ്മൾ ഓർഗാനിക് സോൾവെന്റ് ലൈക്ക് ഈതർ, ഹെക്സൈൻ ഇതൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് 4 to 6 hours കണ്ടിന്യൂസ് ഹീറ്റ് ചെയ്യും. ആ ഹീറ്റ് ചെയ്യുമ്പം ഈ നമ്മുടെ സോൾവൻസി ടിമ്പിളിനകത്തൂടെ കയറി സാമ്പിളിനകത്തൂടെ കയറി ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് എപ്പോഴും അതിനകത്ത് ഇങ്ങനെ ഫ്ലോ ചെയ്തോണ്ടിരിക്കും. ലാസ്റ്റില് അത് ഒരു 4 to 6 hours കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുത്ത് അതിനെ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് വെക്കുന്നതിന് മുമ്പ് നമ്മൾ വേ ചെയ്തിട്ട് വേണം വെക്കാൻ. അതിനുശേഷം ഇതിന് എടുത്ത് വീണ്ടും അതിനകത്തുള്ള റെസിഡ്യൂ ആയിട്ടുള്ള സോൾവെന്റ് എല്ലാം ഇവാപറേറ്റ് ചെയ്തതിനു ശേഷം ബാക്കി വരുന്ന വെയിനെ ബാക്കി അതിനകത്ത് വരുന്ന ഫാറ്റിനെ നമ്മൾ വേ ചെയ്യും. അതാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതായത് അഡ്വാൻറ്റേജ് ആക്യുറേറ്റ് ആയിരിക്കും, ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ്ഡ് ആണ്, ഗുഡ് ടോട്ടൽ ഫാറ്റ് കിട്ടാൻ വേണ്ടി നല്ലൊരു മെത്തേഡാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം 4 to 6 hours കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കണം. പിന്നെ അതിനകത്ത് സോൾവെന്റ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്. അത് സെയിം മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഫുഡ്സിന് ഫാറ്റ്സിന് ഒന്നും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഓയിൽ സീഡ്, ബിസ്ക്കറ്റ്, മീറ്റ് പ്രൊഡക്ട്സിനൊക്കെയാണ് നമ്മൾ എപ്പോഴും സോക്സിലിറ്റി യൂസ് ചെയ്യുന്നത്. ഇനി അടുത്താണ് ഗോൾഡ് ഫിഷ് മെത്തേഡ്. അതും മുമ്പേ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ആണ്. സോ എപ്പോഴും സാമ്പിള് സോൾവെന്റുമായിട്ട് കോണ്ടാക്ട് വരും. ഇതിന്റെ ഡിഫറൻഷിയേഷൻ എന്ന് വെച്ചാൽ സോക്സിലിറ്റിയോട് സിമിലർ ആണ്, പക്ഷെ മറ്റേതിനകത്ത് ഇങ്ങനെ ഡ്രിപ്പ് ആയിട്ട് ഇങ്ങനെ സോൾവെന്റുമായിട്ടും ഇതാണെങ്കിൽ ഇതിൽ സാമ്പിള് ഇമേഴ്സ്ഡ് ഇൻ ദ സോൾവെന്റ് ആണ്. പക്ഷെ അതുകൊണ്ട് തന്നെ സോൾവെന്റ് ഫാസ്റ്റർ ആയിട്ടായിരിക്കും പോകുന്നത് കമ്പയർഡ് ടു സോക്സിലിറ്റിൽ. അഡ്വാൻറ്റേജ് ഫാസ്റ്റർ ദാൻ സോക്സിലിറ്റ് ആണ്, എഫിഷ്യന്റ് സോൾവെന്റ് യൂസ് ആണ്. അതായത് ഒത്തിരി സോൾവെന്റ് ആവശ്യമില്ല, കുറച്ച് മതി. അതുകൊണ്ട് തന്നെ എഫിഷ്യന്റ് സോൾവെന്റ് യൂസ് ആണ്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ലെസ് ഇത് ബൗണ്ട് ഫാറ്റ്സിനെ ലെസ് ആയിട്ട് ഇതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സ്ലൈറ്റ് ലോവർ ആക്യുറസി ആണ് കമ്പയർഡ് ടു ചോക്ലേറ്റ്. എസ്പെഷ്യലി നമ്മൾ ചീസ്, പ്രൊസസ്ഡ് മീറ്റ്സ് സലാമി അല്ലെങ്കിൽ സോസേജ് അതേപോലെ പ്രൊസസ്ഡ് മീറ്റ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നട്ട് ബട്ടേഴ്സ്, അതായത് പീനട്ട് ബട്ടർ അതേപോലത്തെ ബട്ടേഴ്സിനൊക്കെ നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യും. അടുത്തത് ഫ്ലോചോബ്ലിംഗ് ഡ്രയർ മെത്തേഡ് ആണ്. ലിപ്പിഡ് എക്സ്ട്രാക്ഷൻ ബൈ ബൈഫേസിക് സോൾവെന്റ് മെത്തേഡ് അല്ലെങ്കിൽ ക്ലോറോഫോം. അത് 2 സോൾവെന്റ് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലോറോഫോം അല്ലെങ്കിൽ മെഥനോൾ പോലെ. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാൽ സാമ്പിളിനെ നമ്മൾ വിത്ത് ക്ലോറോഫോം മെഥനോൾ റേഷ്യോയിൽ എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്യും. പിന്നെ ആഡ് വാട്ടർ ഓർ സലൈൻ സെപ്പറേറ്റ് ഫേസ്, അതായത് വാട്ടർ അല്ലെങ്കിൽ സലൈൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആണ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ താഴെ ലോവർ ക്ലോറോഫോം ലെയറിൽ ലിപ്പിഡ്സ് ആയിരിക്കും. അതിന്റെ താഴെ ഫോം ചെയ്യുന്ന ക്ലോറോഫോം ലെയർ ലിപ്പിഡ്സ് ആണ്. പിന്നെ അതിനെ ഇവാപറേറ്റ് ചെയ്തിട്ട് അതിനകത്തുള്ള നമുക്ക് കിട്ടിയ സാധനത്തെ വീണ്ടും ഹീറ്റിൽ വെച്ച് ഇവാപറേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ വേ ചെയ്യും. അഡ്വാൻറ്റേജ് ടോട്ടൽ ലിപ്പിഡ്സിന്റെ കേസിൽ ഭയങ്കര എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ബയോളജിക്കൽ സാമ്പിൾസിൽ നമുക്ക് പിന്നെ ഹൈ റീപ്രൊഡ്യൂസിബിലിറ്റി ആണ്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ടോക്സിക് സോൾവെന്റ്സ് ആണ്. ഫേസ് സെപ്പറേഷൻ സ്കിൽ, നമുക്ക് ആ സെപ്പറേറ്റ് ചെയ്യേണ്ട സാധനം കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഒരെണ്ണം അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നമ്മൾ എടുക്കുന്ന ഫേസ് കുറഞ്ഞാലും നമ്മുടെ റീഡിങ് തെറ്റും, കൂടിയാലും നമ്മുടെ റീഡിങ് തെറ്റും. ഇതിൽ മെയിൻലി ആണ് മിൽക്ക്, എഗ് യോക്ക്, ഫിഷ് മസിൽസ് ഒക്കെ വരുന്നത്. പിന്നെ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എക്സ്ട്രാക്ഷൻ SFE, അത് സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡയോക്സൈഡ് ആണ് സോൾവെന്റ് യൂസ് ചെയ്യുന്നത്. ഹൈ പ്രഷറും ടെമ്പറേച്ചറിലും ഇത് ചെയ്തതിനു ശേഷം ഇതില് സാമ്പിൾ ഇൻടു എക്സ്ട്രാക്ഷൻ സെൽ ആഡ് ചെയ്യും. CO2, അതായത് സൂപ്പർ ക്രിട്ടിക്കൽ കണ്ടീഷനിലെ CO2 ആഡ് ചെയ്യും. അത് മിക്കവാറും ഈക്വൽ ടു 31 ഡിഗ്രി സെൽഷ്യസ് ഓർ ഈക്വൽ ടു 74 ബാർ പ്രഷറിലായിരിക്കും ആഡ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ആ എക്സ്ട്രാക്ട് അതിന്റെ ഇടയ്ക്ക് ട്രാപ്പിട്ടുള്ള എക്സ്ട്രാക്ട് നമ്മൾ എടുക്കും. പിന്നെ അതിനുശേഷം വേ ചെയ്യും. ഇതിന്റെ അഡ്വാൻറ്റേജ് എക്കോ ഫ്രണ്ട്ലി ആണ്, പ്രിസൈസ് ആൻഡ് ഫാസ്റ്റ് ആണ്, നോ സോൾവെന്റ് റെസിഡ്യൂ. ഇതിന്റെ സോൾവെന്റ് ഒന്നും റെസിഡ്യൂ ആയിട്ട് വരത്തില്ല. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ്
എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ് ആണ് വേണ്ടത്, ടെക്നിക്കൽ എക്സ്പേർട്സ് വേണം ഇതിനെ സൂപ്പർ ക്രിട്ടിക്കൽ കൊണ്ടുവന്ന് അതിൽ നിന്ന് ആഡ് ചെയ്തിട്ടൊക്കെ വരാൻ വേണ്ടി. എസ്പെഷ്യലി സ്പൈസ്, കോഫി, ഹെർബ്സ് ആൻഡ് ടീസിന്റെ ഫാറ്റ് അനാലിസിസിന് വേണ്ടിയാണ് നമ്മൾ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ 4 മെത്തേഡ് ഇപ്പം പറഞ്ഞു: സോക്സെറ്റ്, ഗോൾഡ് ഫിഷ്, ഫ്ലോചാർട്ട് ബ്ലൈഡ്, അതേപോലെ തന്നെ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എക്സ്ട്രാക്ഷൻ. ഇത് 4ആണ് നമ്മുടെ ഫാറ്റ് അനാലിസിസിൻ്റെത്. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഏതൊക്കെയായിരുന്നു? ഒന്ന് നമ്മള് മോയ്സ്ചർ പറഞ്ഞു, അത് കഴിഞ്ഞ് ഫാറ്റ് പറഞ്ഞു. അപ്പം ഓക്കെ, ഗുഡ് നൈറ്റ്.